ഗുജറാത്തിലെ പോർബന്ദറിൽ ഹെലികോപ്റ്റർ തകർന്ന് 3 പേർ മരിച്ചു. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പതിവ് പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പൈലറ്റ് അടക്കം 4 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിൽ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് സംഭവിച്ചത്? ശ്രീനാഥ്, ഇന്ന് അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാവുന്നത്. പോർബന്ദറിലെ വിമാനത്താവളം, അവിടേക്ക് സിവിലിയൻ ഫ്ലൈറ്റ്സ് ഇല്ല. ഈ കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും പ്രവർത്തനങ്ങളാണ് അവിടെ നിന്നുള്ളത്. ഈ കോസ്റ്റ് ഗാർഡ് എൻക്ലേവിന് അകത്ത്, ഈ വിമാനത്താവളത്തിനകത്തുള്ള കോസ്റ്റ് ഗാർഡ് എൻക്ലേവിലാണ് ഈ തരത്തിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത്. പതിവ് പരിശീലനമായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പൈലറ്റ് അടക്കം 4 പേർ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോർബന്ദറിൽ തന്നെയുള്ള സിവിൽ ആശുപത്രിയിലേക്ക് പരിക്കേറ്റ ഒരാളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപകട കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ സമാനമായ തരത്തിൽ ധ്രുവ് എന്ന ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഹെലികോപ്റ്റർ, ഒരു ചരക്ക് കപ്പലിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിന് ഭാഗമായുള്ള ഒരു ഓപ്പറേഷനിടെ അറബിക്കടലിൽ തകർന്നു വീണിരുന്നു. അതിന് പിന്നാലെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുകളിലൊക്കെ തന്നെ വലിയ പരിശോധനകളൊക്കെ ആ സമയം നടത്തിയതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ മറ്റൊരു ഹെലികോപ്റ്റർ അപകടം കൂടി ഉണ്ടാവുന്നത് ഈ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം സ്വാഭാവികമായും സൂചിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സമുദ്രത്തിലെ പല രക്ഷാദൗത്യങ്ങളിലും പ്രധാന ഇടപെടൽ നടത്തുന്നതാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുകൾ. അതുകൊണ്ട് അതിന്റെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. ഏതായാലും ഈ ഹെലികോപ്റ്റർ എങ്ങനെ തകർന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. പരിശീലന പറക്കലായിരുന്നു, സാധാരണഗതിയിലുള്ള പതിവ് പറക്കൽ മാത്രമായിരുന്നു ഇന്ന് നടന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് ഹെലികോപ്റ്റർ തകരുന്നത്. ശരി, പരിശീലന പറക്കലിനിടെയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നിരിക്കുന്നത്. 3 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 4 പേരാണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇങ്ങനെ എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയിലേക്ക്, അന്വേഷണത്തിലേക്കൊക്കെ വരും മണിക്കൂറുകൾ കടക്കുകയും ചെയ്യും. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്.